വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഡിസംബർ ഇങ്ങ് എത്തിയെന്നേ, നവംബർ അവസാനമായി. ക്രിസ്മസ് എന്ന് പറഞ്ഞാലുണ്ടല്ലോ ഒരു ഭയങ്കര ഒരു വൈബാണ്. വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള പർച്ചേസിങ് ഇന്ന് തുടങ്ങുകയാണ്. നമുക്ക് തുടങ്ങിയാലോ? എല്ലാ വർഷവും അങ്ങനെ ഒരുപാട് സാധനങ്ങളൊന്നും ഞാൻ മേടിച്ചു കൂട്ടാറില്ല. പക്ഷേ ഈ വർഷം എനിക്ക് കുറച്ച് ടേബിൾ റണ്ണേഴ്സും കുഷൻ കവേഴ്സും ഒക്കെ മേടിക്കാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് നല്ലത് നോക്കിയൊന്ന് സെലക്ട് ചെയ്യണമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇറങ്ങിയത്. അപ്പം ഞാനിങ്ങനെ കുറേ ഇൻസ്റ്റയും കാര്യങ്ങളും എല്ലാം ചെക്ക് ചെയ്തപ്പം ഈ ഡെക്കോ ബൈ മിനിഷ എന്നും പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റ പേജ് കുറേ നാളായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഷോപ്പിൽ ഞാൻ ഇതുവരെ പോയിട്ടില്ല, അപ്പോൾ അവിടെ ഒന്ന് പോകാം എന്നും പറഞ്ഞിട്ട് ഗൂഗിൾ ചേച്ചിയുടെ അടുത്ത് വഴിയൊക്കെ ചോദിച്ച് ഷോപ്പൊക്കെ കണ്ടുപിടിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഷോപ്പ് എത്താറായിട്ടുണ്ട്. വൈറ്റ്ലയിലാണ് അവരുടെ ഷോപ്പ് ഉള്ളത്. അങ്ങനെ ഷോപ്പ് കണ്ടുപിടിച്ചു. ഒരു ചെറിയൊരു ഷോപ്പാണ്, പക്ഷെ നല്ല കളക്ഷൻസ് ഉണ്ട്. ക്രിസ്മസ് തീമിലായിട്ടുള്ളതുണ്ട്. ക്രിസ്മസ് തീം ടേബിൾ ക്ലോത്ത്സ് ആണ്. റണ്ണേഴ്സും ടേബിൾ ക്ലോത്ത്സ് ഒക്കെയാണോ നോക്കുന്നത്? അതെ. എല്ലാ കളക്ഷൻസും കാണാനാണോ അതോ? അല്ല, എനിക്ക് റണ്ണേഴ്സ് ആണ് മെയിൻ ആയിട്ട് വേണ്ടത്. 6 സീറ്റർ 8 സീറ്റർ അങ്ങനെയാ വരുന്നത്. 6 സീറ്റേഴ്സിന്റെ റണ്ണേഴ്സ്. 880. രസമുണ്ടല്ലേ 880യുടെ. ക്രിസ്മസ് തീമിലൊന്ന് കാണിച്ചു. നമുക്ക് സെൻട്രൽ ടേബിൾ റണ്ണറായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയതല്ലേ മെറി ക്രിസ്മസിന്. ഇത് നമ്മൾ വൈറ്റ് ടേബിൾ ക്ലോത്തിന്റെ പുറത്തിടാൻ പറ്റുന്ന ടൈപ്പ് അല്ലേ? ഇതിനൊക്കെ എത്ര വരുന്ന റേറ്റ്? ഇത് എടുക്കാം കേട്ടോ. പിന്നെ റെഡ് വൈറ്റ് ചെക്ക്. ഇതിന്റെ സ്മോൾ സൈസ് ഉണ്ടാവും. നല്ല ഭംഗിയുണ്ട്. പിന്നെ ക്രിസ്മസ് തീം പിന്നെ വേറെ ഏതാണുള്ള? ഇത് ഹാൻഡ് എംബ്രോയിഡറി ഒക്കെ ഉള്ള ടൈപ്പ് അല്ലേ? ഇത് നല്ല രസമുണ്ട്. ടേബിളിൽ ഈ ഒരു പീസ് മതി കേട്ടോ ക്രിസ്മസിനെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട്. നല്ല ഒരു ഇതാ. ഇങ്ങനത്തെ ഒരു പ്ലെയിൻ ഒരെണ്ണം മാത്രമായിട്ടൊക്കെ ഇടുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ പുറത്ത് ഗ്രീൻ ലീവ്സോ അല്ലെങ്കിൽ വല്ല കാൻഡിൽസോ അങ്ങനെ എന്തെങ്കിലും വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞാലും നല്ലതാണ്. പ്ലെയിൻ ആയിട്ടുള്ള റണ്ണേഴ്സ് ഇടുകയാണെന്നുണ്ടെങ്കിൽ. ഇത് അല്ലാതെയുള്ള ടൈപ്പ്. ഇവിടെ അല്ലാതെയുള്ള ടൈപ്പ് റണ്ണേഴ്സും ഇഷ്ടം പോലെ ഉണ്ട്. കണ്ടോ, പേസ്റ്റൽ കളേഴ്സൊക്കെ നല്ല ഇഷ്ടംപോലെയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഷോപ്പിൽ വരുന്നത്. ഇഷ്ടംപോലെ റീൽസും ഇൻസ്റ്റാഗ്രാമിൽ ഇഷ്ടംപോലെ ഇതും ഞാൻ കാണാറുണ്ട്, പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ഇതിനൊക്കെ എത്ര വരുന്ന പ്രൈസ്? ഇത് 980 ആണ് പ്രൈസ്. 980 അല്ലേ? ഓക്കെ. ഇത് ഭംഗിയുണ്ടല്ലോ വാച്ചി. എനിക്ക് കുഷൻ കവേഴ്സും കൂടി ഒന്ന് കാണിച്ചു തന്നെ. 16x16ഉം 12x12 സൈസസ് വരുന്നത്. കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ്. ഓക്കെ. ഇത് ക്രോഷ്യയിൽ വരുന്നത് അതല്ലേ? ഇതുണ്ടോ ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ടൈപ്പ്.
ആ ഞാൻ ഓൺലൈനിൽ എടുക്കാറുണ്ട് കേട്ടോ ഇവിടുന്ന്. ആ ഇതൊക്കെ ഓൺലൈൻ, ഇത് എൻ്റെ കയ്യിലുണ്ട്, ഓൺലൈനിൽ എടുക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് ഭയങ്കര മൂവിങ് ഉള്ള മൂവിങ് ആയിട്ടുള്ളൊരു ഡിസൈനാണ് അത്. ഉണ്ടോ, നല്ല സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളും ഉണ്ട് ഇഷ്ടം പോലെ. നല്ല ഇത് എത്രയാണ് വരുന്നത് ഇതിന്? ഒരു പീസിന് 200. ഓ ഇതിന്റെ വേറെ എനിക്കൊന്ന് കാണിച്ചു തരാമോ? ഇതിന്റെ വേറെ ഷെയ്ഡ്സ്. ഓ ക്രിസ്മസ് തീം ആയിട്ടുള്ള ടൈപ്പ് അല്ലേ? അല്ല ക്രിസ്മസ് ബേസ്ഡ് ആയിട്ടുള്ളതൊന്ന് കാണിച്ചു. ആ റീത്ത് ടൈപ്പ്. ഓ ഇത് കണ്ടോ, ഇതിന്റെ ക്ലോത്ത് വേറെ ആയിട്ടുള്ളതുണ്ട്. ഇങ്ങനെയുണ്ട്. വൈറ്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇങ്ങനെയും ഉണ്ടാവും, ഡാർക്ക് ഷെയ്ഡ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇങ്ങനെയുണ്ടാവും. നമുക്ക് ആ ഒരു ഗ്രേയിലും ഈ ഒരു ബേജും രണ്ടും നല്ല ഷെയ്ഡാണ്. ഓ നൈസ്. ഇത് രണ്ടും നല്ല ഷെയ്ഡാല്ലേ? രണ്ടും എനിക്കിഷ്ടമായി. എനിക്ക് ഇതിന്റെ ഒരു ഷെയ്ഡും കൂടി തരണേ. ആ നമുക്ക് കിങ് സൈസ് ക്യൂൻ സൈസ് ആണ് എനിക്ക് വേണ്ടത്. ഇത് നമ്മളെ എംബ്രോയിഡറി വർക്ക് വന്നിട്ടുള്ള ടൈപ്പ്, ക്രോസ് സ്റ്റിച്ച് ടൈപ്പ് വന്നിട്ടുള്ളത്. നോക്കി പ്രിന്റ്സ് വരുന്നുണ്ട്, ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ്സ് വരുന്നുണ്ട്, കലങ്കാരി ഉണ്ട്. കൂടാണ്ട് നമുക്ക് 880 ആ റേഞ്ചില് ഹാൻഡ്ലൂം ബെഡ്ഷീറ്റ്സും വരുന്നുണ്ട്. ക്രിസ്മസ് തീമിൽ ഏതൊക്കെയാണ് വരുന്നത് നമുക്ക്? ക്രിസ്മസ് നമുക്ക് പ്രിന്റ്സ് കൂടുതൽ ഈ ഒരു ടൈപ്പിലാണ് വരാറ്. പക്ഷെ കിങ് സൈസിലാണ് ഇപ്പൊ ക്രിസ്മസ് തീം കൂടുതലും വന്നിട്ടുള്ളത്. കിങ് സൈസ് കൂടുതലാണ് എനിക്ക് വീട്ടിലേക്ക്. വലിയ സൈസാണ്. ആ വലിയ സൈസാണ്. ഇതൊക്കെ കിങ് സൈസാ അല്ലേ? ഇതെല്ലാം കിങ് സൈസാണ്. കിങ് സൈസിൽ ഇപ്പൊ ക്രിസ്മസ് പ്രിന്റ്സ് കൂടുതലും വന്നിട്ടുള്ളത്. അതെല്ലാം കോട്ടൺസ് ആണ് അല്ലേ? പിന്നെ ആ സെക്ഷൻ എല്ലാം വന്നിരിക്കുന്നത് ബെഡ്ഷീറ്റ്സ് അങ്ങനത്തെ ഇതുകളെ. ടവൽസ് ഐറ്റംസ് ഈ ഒരു ഫുള്ള് നമുക്ക് കർട്ടൻസ് വരുന്നത്. ഡിസൈനർ കർട്ടൻസും ഉണ്ട്, പ്രിന്റഡ് ടൈപ്സ് കർട്ടൻസും വരുന്നുണ്ട്. ഓക്കെ ഓക്കെ. ഇത് നമ്മള് ഇത് കാണിച്ചു കൊടുത്തിട്ട് കളർ തീം അനുസരിച്ച് ചെയ്യാൻ പറ്റും. ഓ പ്രീ ഓർഡർ തന്നിട്ട് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് അല്ലേ? ആ ഓക്കെ ഓക്കെ ഓക്കെ. നല്ല ഭംഗിയുണ്ടല്ലേ? നല്ല അവിടുന്ന് ഇറങ്ങി നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് സാധനങ്ങളെല്ലാം നമ്മൾ അവിടെ നിന്ന് എടുത്തു. അപ്പോഴാണ് ഞാൻ ഓർത്തത് നമ്മുടെ ഫെജിയുടെ ഒരു എക്സിബിഷൻ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെയും കൂടി ഒന്ന് പോയിട്ട് പിന്നെ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. തൃശ്ശൂർ ഞാൻ ഉണ്ടായിരുന്ന സമയത്ത്, അതായത് കല്യാണത്തിന് മുൻപൊക്കെ ഞാൻ എൻ്റെ ക്രാഫ്റ്റിനുള്ള സാധനങ്ങൾ മുഴുവനും മേടിച്ചുകൊണ്ടിരുന്നിരുന്നത് ഫെജിന്നായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് എക്സിബിഷൻ. എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഈ വർഷമെങ്കിലും എനിക്ക് ആ എക്സിബിഷൻ ഒന്ന് പോകണമെന്നുണ്ട്. അപ്പം ഞാൻ വിചാരിക്കുന്നു അതൊന്ന് പോയി ഒന്ന് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പോൾ ഒന്ന് പോയിട്ട് ഞാൻ അവിടുത്തെ എങ്ങനെയുണ്ടെന്നുള്ളതൊന്ന് വീഡിയോ എടുക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. ഓ ഞാനിത് വന്നില്ല.
തലേന്ന് കിളി പോയ അവസ്ഥയായിരുന്നു. ഓരോ ഈ ക്രിസ്മസ് പർപ്പസിനൊക്കെ കാണാനായിട്ട് എന്തൊരു ഭംഗിയായിരുന്നെന്നറിയാവോ. ഭയങ്കര രസമായിരുന്നു എല്ലാത്തിനെയും കാണാനായിട്ട്. കുറേ നേരം അതിൻ്റെ ഇടയിൽ അതിലെ ഇതിലെ എല്ലാം കറങ്ങി നടന്ന് ഈ ഡിയറിൻ്റെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ പുറത്തുള്ള ആ ഫറ് കാര്യങ്ങളെല്ലാം ഒരു പ്രത്യേക ഒരു ഭംഗി ഉണ്ടായിരുന്നു. അതിനെ എടുത്ത് പിടിച്ച് കുറേ നേരം നിന്ന് ഞാൻ. പിന്നെ റീത്തുകളുടെ ഒരു വലിയൊരു കളക്ഷൻസ് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് എന്താണ് പറയുക, അതിൻ്റെ അകത്ത് ഡെക്കറേഷൻസ് ഉള്ളത്, അതല്ലാതെ പ്ലെയിൻ ആയിട്ടുള്ളത്, പിന്നെ റീത്ത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് കസ്റ്റം ചെയ്ത് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന മാതിരിയുള്ള ഐറ്റംസുകൾ, അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു നമുക്ക്. പിന്നെ ഇതുപോലെ നമുക്ക് അധികം വലിയ ട്രീകളൊന്നും വെക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് ചെറിയ ചെറിയ ട്രീകൾ, ബ്ലൂ പോട്ടറിയുടെ ഒരു സെക്ഷൻ, പിന്നെ കാൻഡിൽസ്, കാൻഡിൽ ഹോൾഡേഴ്സ് എന്ന് വേണ്ട എന്താ ഇല്ലാത്തത് കുറേ സാധനങ്ങളുണ്ടായിരുന്നു.